ഹായ് മക്കൾസ്. അപ്പൊ മലയാളം അടിസ്ഥാന പാഠാവലിലെ ആദ്യത്തെ കവിത ഗ്രാമശ്രീ എന്ന് പറയുന്ന കടത്തനാട്ട് മാധവിയുടെ കവിത, ആ കവിതയും അതുപോലെ ആ പാഠത്തിന് വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് വേഗം സെറ്റ് ചെയ്ത് വെച്ചാലോ. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് ഗ്രാമശ്രീ എന്ന് പറയുന്ന കവിത. ഇത് എഴുതിയിരിക്കുന്നത് കടത്തനാട്ട് മാധവി അമ്മയാണ്. അപ്പൊ നാം ഒരു ചോദ്യം എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ ചോദിക്കാല്ലേ, അതായത് ഇപ്പൊ നമ്മുടെ ഓപ്ഷൻസ് വെച്ചിട്ട് USSനൊക്കെ ചോദിക്കുന്ന പോലെ, നിങ്ങൾ പണ്ട് എഴുതിയ LSSനൊക്കെ ചോദിക്കുന്ന പോലെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഗ്രാമശ്രീ കവിത എഴുതിയത് ആരാണ് എന്നുള്ള ചോദ്യം ചോദിക്കാം. ആരാണ് ഗ്രാമശ്രീ കവിത എഴുതിയത്? മക്കളൊന്ന് കമന്റ് ചെയ്തോ, ആരാണ് ഗ്രാമശ്രീ കവിത എഴുതിയത്? ബാലാമണി അമ്മ, കടത്തനാട്ട് മാധവി അമ്മ, മാധവിക്കുട്ടി, ലളിതാംബിക അന്തർജനം. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ കാണുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ ഇരിക്കരുത്. ഉത്തരം എന്താണ്? കടത്തനാട്ട് മാധവി അമ്മയാണ്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതാണെന്ത്, കടത്തനാട്ട് മാധവി അമ്മ. ഒരുപാട് വടക്കൻ പാട്ടുകളുടെ കഥാപാത്രത്തെയും അതുപോലെ തന്നെ കർഷകരോടുള്ള മമതയും ഒക്കെ തന്റെ കവിതകൾ പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് കടത്തനാട്ട് മാധവി അമ്മ. അപ്പൊ എന്താണ് ഗ്രാമശ്രീ എന്നുള്ള കവിതയുടെ ആശയം? നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിലൊന്ന് നോക്കിയാലോ. ഗ്രാമവിശുദ്ധിയും ലാളിത്യവും മങ്ങാത്ത ശുഭാപ്തി വിശ്വാസവും എന്ന് പറഞ്ഞാൽ നല്ലത് നടക്കും എന്നുള്ള വിശ്വാസവും കവിതകളിലൂടെ ആവിഷ്കരിച്ച കവിയാണ് കടത്തനാട്ട് മാധവി അമ്മ. കർഷകരോടും കാർഷിക വൃത്തിയോടും അഗാധമായ മമതയുണ്ടായിരുന്ന മാധവി അമ്മ വയലിൽ പണിയെടുക്കുന്ന കർഷക സ്ത്രീകളെ ആദരവോടെയാണ് വീക്ഷിച്ചത്. അപ്പോ മാധവി അമ്മക്ക് കർഷകരോടും അതുപോലെ കൃഷിയോടും വളരെയധികം ബഹുമാനവും മമതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വയലിൽ പണിയെടുക്കുന്ന കർഷകരോട് വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, അവർ പെരുമാറിയിരുന്നത്. അവരോടുള്ള ആദരവാണ് ഗ്രാമസ്ത്രീകൾ എന്ന കവിത. അപ്പോ വയലിൽ പണിയെടുക്കുന്ന കർഷകരായിട്ടുള്ള സ്ത്രീകളോടുള്ള ആദരവാണ് തന്റെ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിതയിലൂടെ കടത്തനാട്ട് മാധവി അമ്മ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഗ്രാമശ്രീകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാമത്തിന്റെ ഐശ്വര്യമാണ് അവർ എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിലൂടെ പറയുന്നത്. അപ്പോ ഈ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ചിത്രത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നതാണ്, മനോഹരമായിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ രാവിലെ എന്ത് ചെയ്യുന്നു, നേരം വെളുക്കുന്ന സമയത്ത് തന്നെ വയലിലേക്ക് വരുന്നതും അവിടെ വയലിൽ എന്ത് ചെയ്യുന്നു, ഒരു പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഞാറ് നടുന്ന ആ ഒരു കാഴ്ച ഒരു കലയായിട്ട് എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. കൃഷിയെ കലയായും കർഷക തൊഴിലാളികളെ കലാകാരന്മാരായും അവതരിപ്പിക്കുന്നു. പാടവരമ്പത്തെ ചളിയിൽ അവർ ഐശ്വര്യത്തിന്റെ താമരപ്പൂക്കൾ വിരിയിക്കുകയാണ്. ചെളിയിൽ നിന്നാണ് ഐശ്വര്യത്തിന്റെ താമരപ്പൂക്കൾ ഉണ്ടാകുന്നത്. അതുപോലെ ചേറിൽ നിന്ന് നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് കർഷക സ്ത്രീകൾ. അപ്പൊ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കർഷക സ്ത്രീകൾ, അതുകൊണ്ടാണ് അവരെ ഗ്രാമശ്രീകൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. വയലിൽ നിരനിരയായി ഞാറുകൾ കണ്ടോ, വയലിൽ എന്ത് ചെയ്യാണ്, നിരനിരയായി ഞാറുകൾ എന്ത് ചെയ്യുന്നു, ഞാറുകൾ നട്ടുപോകുന്നതിനെ ഒരു ചിത്രത്തെ പോലെ കവി ഇവിടെ സൂചിപ്പിക്കുന്നു. അതായത് കവിതയിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ചോദ്യം വരാം. കവിതയില് ചിത്രമായിട്ട് പറയുന്നത്, കവിതയിൽ ഒരു ചിത്രം വരച്ചതുപോലെ പറയുന്നത് ഏത് കാര്യത്തെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്, വയലിൽ നിരനിരയായി ഞാറുകൾ നടുന്ന കർഷക സ്ത്രീകളെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ചിത്രം പോലെ അവതരിപ്പിക്കുന്നത്. സ്ത്രീകളുടെ കലാസൃഷ്ടിക്ക് മുൻപിൽ തൊഴുതു നിൽക്കുന്ന, ചേറിൽ താഴ്ത്തുന്ന ഈ മനോഹരമായ വിരൽത്തുമ്പകളാണ് നാടിന്റെ ഐശ്വര്യം എന്ന് എന്ത് ചെയ്യുന്നു, കവി പറയുന്നു. ഈ കവിതയിൽ സ്ത്രീകളുടെ അധ്വാനത്തിന്റെ മഹത്വം വെളിവാക്കുകയാണ് കവി എന്ത് ചെയ്യുന്നത്, കവി ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പോ എന്താണ് കവിതയുടെ ആമുഖം എന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. കവിത ആമുഖം പറഞ്ഞു. അതിനുശേഷം എന്താണ് കവിതക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് എന്ത് ചെയ്തു, പറഞ്ഞു. അപ്പൊ പരീക്ഷയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്, വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ കവിതയിലെ ഒരു പ്രയോഗമാണ് വിശ്വവിദ്യാലയം. ഏത് വിശ്വവിദ്യാലയത്തിങ്കൽ, എവിടെ നിന്നാണ് നിങ്ങൾ, ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ ഇത് പഠിച്ചത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഈ കൃഷിപ്പണി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഉത്തരമായിട്ട് നമുക്ക് എന്ത് പറയാം, വിദ്യാലയം എന്നത് അറിവ് പകരുന്നതാണ്. വിശ്വം എന്ന വിദ്യാലയം അറിവ് പകരുന്നതാണ്. അപ്പൊ ലോകം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അറിവ് തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും അറിവ് നൽകുന്ന വിദ്യാലയമാണ് ലോകം. ഇവിടെ പ്രകൃതി മനുഷ്യന് ജീവിത പാഠങ്ങൾ നൽകുന്നു. പ്രകൃതിയുടെ ഓരോ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ പുലർത്തേണ്ട മഹത്വത്തെയും ശ്രദ്ധിക്കേണ്ട വസ്തുതകളെയും പഠിപ്പിക്കുന്നതാണ്. പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും ഇത്തരത്തിൽ ഓരോ പാഠമാകുന്നതിലൂടെ വിശ്വവിദ്യാലയം എന്ന ആശയം വളരെ അനുയോജ്യമാണ്. അപ്പൊ എന്താണ് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഒരു ചോദ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. മഞ്ജുളമീ കലാസൃഷ്ടിക്ക് മുൻപിൽ അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. വളരെ മനോഹരമായ ഈ ഒരു കലാസൃഷ്ടിക്ക് മുന്നിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ബഹുമാനത്തോടെ എന്ത് ചെയ്യുന്നു, നമസ്കരിക്കുന്നു എന്ന് പറയുന്ന വരികൾ, അത് നമ്മുടെ ഗ്രാമശ്രീ
സ്ത്രീകൾ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. അപ്പൊ ചോദിക്കുകയാണ്, കൃഷിയെ കലാസൃഷ്ടിയാക്കുന്നത് എങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെയാണ് കൃഷി ഒരു കലാസൃഷ്ടിയായി മാറുന്നത്? ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി. കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത്. കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥത്തോടെയും അർപ്പണബോധത്തോടെയുമാണ്. വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിന്റെ താളത്തിൽ ഞാറ് നടുന്ന അവരുടെ വൈഭവം കൊണ്ട് തന്നെ കൃഷി മികച്ച മനോഹരമായ ഒരു കലാസൃഷ്ടിയായി മാറുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് കൃഷി ഒരു കലാസൃഷ്ടിയാണെന്ന് പറയുന്നത്? ഒന്ന്, അവരെന്ത് ചെയ്യുന്നു? അവര് വളരെ മനോഹരമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട്, അർപ്പണത്തോടെ എന്ത് ചെയ്യുന്നു? അവർ ആ ജോലി ചെയ്യുന്നു. അതുപോലെ കൃഷിപ്പാട്ടിന്റെ താളത്തിൽ എന്ത് ചെയ്യുന്നു? നിരനിരയായി ഞാറുകൾ നടുന്നു. ഈ കാണുന്ന കാഴ്ച ഒരു കലാസൃഷ്ടിയായിട്ട് ആര് പറയാണ്? കടത്തനാട്ട് മാധവി അമ്മ പറയുകയാണ്. വയലിൽ നിരനിരയായി നീലക്കസവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി വർണ്ണിക്കുന്നത്. ചേറിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകളാണ് നാടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ വേണ്ടി പറ്റണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന തരത്തിലുള്ള പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള മാതൃകാ എക്സാമുകളും ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സൂപ്പർ ബാച്ചിലെ പുതിയൊരു ബാച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ജൂലൈ 31 ആരംഭിക്കുകയാണ്. അപ്പൊ ജൂലൈ 31 ആരംഭിക്കുന്ന നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ഫൗണ്ടേഷൻ ക്ലാസ്സുകളോട് കൂടിയാണ് ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ, അതുപോലെ നേരിട്ട് ഇന്ററാക്റ്റീവ് ചെയ്തിട്ടുള്ള സൂം ക്ലാസ്സുകൾ, പിന്നെ ഏത് സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പറ്റുന്ന മെന്റേഴ്സ്, ടീച്ചേഴ്സ്, ഇതൊക്കെ ലഭിക്കുന്ന അടിപൊളിയായിട്ട് നിങ്ങളുടെ ഈ ഒരു അക്കാദമിക് ഇയർ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു അടിപൊളി ബാച്ചാണ് നമ്മുടെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂപ്പർ ബാച്ചിന്റെ അകത്ത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു? പഠിച്ചു തുടങ്ങുന്നു. ഒപ്പം എന്ത് ചെയ്യുന്നു? എല്ലാവരും ഒരേ സമയത്ത് പഠിച്ച് മുന്നേറുക എന്നല്ല, നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുന്നു. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനകത്ത് ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു രജിസ്ട്രേഷൻ ഫോറം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, മീഡിയം, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്ത് അതിനൊക്കെ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഓഫർ പ്രൈസിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഓണം എക്സാമിന്റെ മുന്നോടിയായിട്ട് ഒരു വലിയ അവസരം, ഒരു കാര്യം എന്ത് ചെയ്യാണ്? എജുപോർട്ട് തരികയാണ്. അതായത് നമ്മുടെ എജുപോർട്ടിന്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓണം എക്സാമിന് ഏറ്റവും ആവശ്യമാണ് എന്ത്? ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പൊ എല്ലാ വിഷയത്തിന്റെയും മലയാളവും ഇംഗ്ലീഷും മാത്സും അതുപോലെ തന്നെ സയൻസും സോഷ്യലും എല്ലാ വിഷയത്തിന്റെയും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം നമ്മുടെ ആപ്പ് എന്ത് ചെയ്തു? ആപ്പ് ഡൗൺലോഡ് ചെയ്യോ. ഡൗൺലോഡ് ചെയ്യാത്ത ആളുകളാണെന്ന് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? ചാപ്റ്ററിലെ ക്ലാസ്സുകൾ തീർച്ചയായും ഫ്രീ ആയിട്ട് ഇപ്പം എന്ത് ചെയ്യാം? കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നല്ലൊരു അവസരമാണ്. നമ്മുടെ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു അവസരമാണ്. അതെന്ത് ചെയ്യുക? തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ പ്രയോഗിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് ലൈവുകളിലൂടെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ലൈവുകൾ കഴിയുന്ന സമയത്ത് ലൈവിന്റെ നോട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട PDF-കൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ A+ ഗ്രൂപ്പിലൂടെയാണ്. അപ്പൊ A+ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ മെമ്പേഴ്സ് അല്ലാത്ത ആളുകൾക്ക് ആ മെമ്പർ ആവാനുള്ള ലിങ്ക് കൂടി എന്ത് ചെയ്യുന്നു? താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യടാ? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് നോട്ടുകളും ഡോക്യുമെന്റ്സും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നത്. നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.